തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മട്ടന്നൂരിലെ ഓട്ടോ ഡ്രൈവർമാരും യാത്രക്കാരും പറയുകയാണ്. മണ്ഡലത്തിൽ ജയമാർക്ക് സംസ്ഥാനത്ത് ഭരണമാറ്റമോ തുടർ ഭരണമോ? മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ്. മട്ടന്നൂർ മണ്ഡലമാണ്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ശരിക്കും പണ്ട് മുതലേ ഇടത് കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പൊ ഇവിടത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട്, പ്രചാരണങ്ങൾ എങ്ങനെ, നമുക്ക് ഈ ഓട്ടോക്കാരോട് ചോദിച്ചാൽ അവർക്ക് ഈ പൾസ് അറിയാൻ പറ്റുമല്ലോ മണ്ഡലത്തിന്റെ. അവരോടൊന്ന് ചോദിച്ചേക്കാലോ ചേട്ടന്മാരോട്. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇക്കുറി എന്ന് വെച്ചാൽ ഇത്തവണത്തെ മത്സരം കടുത്തതാണോ അതോ നിങ്ങൾക്ക് ഉറപ്പാണോ? അതിൽ ആരുടെ വിജയം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇടതുപക്ഷത്തിന്റെ വിജയം ഉണ്ടാകും തന്നെ എൻ്റെ ഒരു അഭിപ്രായം. ഭരണമാറ്റം ആവശ്യമാണ്. അതായത് സർക്കാരാണോ അതോ മണ്ഡലത്തിലാണോ? മണ്ഡലം മൊത്തം ഗവൺമെന്റ് മാറണമെന്നില്ല. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണ്? നമ്മള് ചന്ദ്രനായിട്ട് നമ്മള് സനോജ് വരണമെന്ന്. സനോജ് വരും. അല്ല, ഒരു വികസനവും വന്നില്ല എന്നാ ചേട്ടൻ പറഞ്ഞു. പൊതുവെ കുറവാ മട്ടന്നൂർ. മാറ്റം വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മാറ്റം വരണമെന്നാണ്. സർക്കാരിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ? മട്ടന്നൂരിൽ ഒരു വികസനം ഇല്ലാണ്ട് ഇങ്ങനെ മുരടിച്ചു പോന്ന കൊല്ലം മട്ടന്നൂർ. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഒരു മാറ്റം വരണോ? മാറ്റം ഒരുപാട് LDF വരുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ചോദിച്ചല്ലോ, ശൈല ടീച്ചർ പേരാവൂരേക്ക് പോയതുകൊണ്ട് സങ്കടമുണ്ടോ ചോദിച്ചില്ലേ? ടീച്ചർ പോയാൽ സന്തോഷം നമുക്ക്. എന്നറിയോ, പേരാവൂർ മണ്ഡലം പിടിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചതാ ടീച്ചറാണ്. ഇപ്പോൾ ടീച്ചർ പേരാവൂർ മണ്ഡലം പിടിച്ച് അടുത്ത നിയമസഭയിലെ ഏറ്റവും കരുത്തയായ ഒരു മന്ത്രിയും കൂടി ആയിരിക്കും. ശൈല ടീച്ചർ അവിടെ ജയിക്കും, ഇവിടെ സനോജ് ജയിക്കും. മൂന്നാമതൊരു ഭരണം പിണറായിയുടെ നേതൃത്വത്തിൽ വരും. ചേച്ചി മട്ടന്നൂരുകാരിയാണോ? എനിക്ക് നമ്മുടെ ഷനോജിനാണ് നമ്മള് ഏറ്റവും നല്ല ഇടതുമുന്നണി വന്നതിന് ശേഷം 2 വർഷം ഭരിച്ചു. ഇത്രയും നല്ല ഒരു ഭരണമായിട്ടിരുന്നു. നിങ്ങൾ കുറച്ച് യുവാക്കളാണല്ലോ അല്ലേ? അപ്പൊ ഇത്തവണ ഒരു യുവാവാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായ DYFI നേതാവാണ് അല്ലേ? അപ്പൊ ചാനലിലൊക്കെ ചർച്ചകളിലൊക്കെ തീപ്പൊരി ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ സാന്നിധ്യം നിയമസഭയിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മട്ടന്നൂരിലെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മട്ടന്നൂരിൽ മറ്റെന്തെങ്കിലും ഒരു റിസൾട്ട് ആരും പ്രതീക്ഷിക്കുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. വോട്ട് ചെയ്യുന്ന എവിടെയാണ്? വോട്ട് ചെയ്യുന്ന മട്ടന്നൂരാണ്. വോട്ട് ചെയ്യാറുണ്ടല്ലോ എല്ലാ തവണയും? ഇത്തവണയും ചെയ്യുമല്ലോ. മാറണോ? MLA ഇപ്പൊ വേറെ പുതിയ ആള് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പൊ ആ MLA ആരാ വരണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നവർക്ക് നല്ല നല്ലതാണോ? നല്ലതാണ്. സർക്കാരിനെ കുറിച്ചിട്ട് സർക്കാർ മോശമൊന്നുമില്ല. മോശമൊന്നുമില്ല. ഇല്ല. അപ്പൊ നമ്മളെ ലോട്ടറി ചെറിയൊരു ഇതല്ലോ, വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.